വഖഫ് ഹർജിയിൽ കക്ഷി ചേരാൻ കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്യും. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കം. ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, എങ്ങനെയാണ് സർക്കാരിന്റെ നീക്കം? പൂജ, നാളെ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുകയാണ്. അതായത് ഈ വഖഫ് നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലാണ് നാളെ കോടതിയിൽ വാദം കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനിടയിലാണ് കേസിൽ കക്ഷി ചേരാൻ വേണ്ടി സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ എങ്ങാനും ഈ സംസ്ഥാന സർക്കാർ ഈ കേസിൽ കക്ഷി ചേരുന്നതിനുള്ള അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് സാധ്യത. പക്ഷേ നാളെ സർക്കാരിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഹാജരാകുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം നാളെ ഈ കോടതി ഈ വളരെ കുറച്ച് ആൾക്കാരുടെ ഈ വാദം മാത്രമേ ഈ സ്റ്റേ ഉത്തരവിലെ സംബന്ധിച്ച വാദം കേൾക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനം കോടതിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ വാദം സുപ്രീം കോടതി കേൾക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ടാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്.